ഞാൻ ലേഖം പനിയായിട്ട് ഏത്തടാ ലേഖത്തടേ കടന്നു ഞാൻ അങ്ങനെ 3 മണിയാന്ന് എന്നോട് പറഞ്ഞത്. അപ്പോഴത്തെ പിന്നെ 2 മണി. പേരാമ്പ്രയ്ക്ക് ആമുഖം ആവശ്യമില്ലാത്ത പേരാണ് ടി.പി. എന്ന സഖാവ് ടി.പി. രാമകൃഷ്ണൻ. മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നീണ്ട സമരങ്ങൾ, ക്രൂരമർദ്ദനങ്ങൾ. ടി.പിക്ക് തന്റെ ജീവിതം എന്നും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും കൊടിയ പീഡനത്തിന്റെയും നാളുകളായിരുന്നു. തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും കഷ്ടതകൾക്ക് പരിഹാരം കാണാൻ അവർക്കിടയിൽ ജീവിച്ച് അവരിലൊരാളായി പ്രവർത്തിച്ച് പോരാടിയ നാളുകൾ. നിശ്ചയദാർഢ്യവും നിസ്വാർത്ഥതയും സ്വന്തം ശൈലിയാക്കി മാറ്റിയ ടി.പി. വിശ്രമമില്ലാത്ത പൊതുപ്രവർത്തനത്തിലൂടെ ഇന്ന് ജനകീയനായ നേതാവാണ്. ചക്രവാളങ്ങളെ കീറിപ്പിളർക്കുന്ന ഇടിമിന്നലിവിടെ ഉയരുന്നു. ചക്രവാളങ്ങളെ കീറിപ്പിളർക്കുന്ന ഇടിമിന്നലിവിടെ ഉയരുന്നു. 1949 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലം. EMSഉം നേതാക്കളും ഒളിവിൽ. നേതാക്കൾക്ക് ഒളിവിടവും സംരക്ഷണവും ഒരുക്കിയ കടത്തുകാരനായ സഖാവ് ഉണ്ണിച്ചിരാംവീട്ടിൽ ശങ്കരന്റെയും മാണിക്യത്തിന്റെയും മകനായി കീഴരിയൂർ പഞ്ചായത്തിലെ നമ്പ്രത്തുകരയിൽ ടി.പി. രാമകൃഷ്ണൻ ജനിച്ചു. 10ാം വയസ്സിൽ ബാലസംഘത്തിൽ കുഞ്ഞു സഖാവായി തുടക്കം. പാവപ്പെട്ടവരുടെ ദുഃഖങ്ങളിലും കഷ്ടതകളിലും വേദനിച്ച ടി.പി. ബാല്യത്തിൽ തന്നെ കമ്മ്യൂണിസത്തിന്റെ കൂട്ടുകാരനായി മാറി. കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ KSFൽ അംഗം. കോൺഗ്രസിന്റെയും പോലീസിന്റെയും അതിക്രമങ്ങൾ ചെറുത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം. പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് CRPF തല തല്ലിപ്പൊളിച്ചു. SFI രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. SFI കൊയിലാണ്ടി താലൂക്ക് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി. മിച്ചഭൂമി സമരത്തിൽ കീഴരിയൂർ നമ്പ്രത്തുകര ക്യാമ്പ് ലീഡർ. മിച്ചഭൂമി പിടിച്ചെടുത്തു. കീഴരിയൂരിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വേരുപടർത്താൻ മുഖ്യ പങ്ക്. കർഷക തൊഴിലാളി യൂണിയൻ കീഴരിയൂർ ഘടകത്തിന്റെ ആദ്യ സെക്രട്ടറി. 1972 പാർട്ടി നിയോഗിച്ചതനുസരിച്ച് പ്രവർത്തന മേഖല പേരാമ്പ്ര എസ്റ്റേറ്റിലേക്ക് മാറുന്നു. പേരാമ്പ്ര എസ്റ്റേറ്റ് ലേബർ യൂണിയൻ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ 18 വർഷത്തിലേറെ തോട്ടം തൊഴിലാളികളുടെ നേതാവ്. പ്രദേശത്ത് ജനങ്ങളിൽ പാർട്ടി ജ്വാല പടർത്തുന്നതിന് നിർണായക പങ്ക്. കൂത്താളി, ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കടിയങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി. നാടിന്റെയും നാട്ടാരുടെയും ക്ലേശമകറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ സദാ മുഴുകിയ കൗമാരം. 1973 വിവിധ മേഖലകളിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ സമരങ്ങൾ നയിക്കുന്നു. പേരാമ്പ്രയിൽ മോട്ടോർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ സ്ഥാപിക്കുന്നു. സംഘടനയുടെ പ്രഥമ ഏരിയ പ്രസിഡന്റ്. 1976 അടിയന്തരാവസ്ഥയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇരുട്ടറയിൽ പാർപ്പിച്ചു. കുപ്രസിദ്ധമായ കക്കയം ക്യാമ്പിൽ വെള്ളവും ഭക്ഷണവുമില്ലാതെ കൊടിയ പീഡനം. ടി.പി. കസ്റ്റഡിയിലുള്ള ദിവസങ്ങളിലാണ് രാജൻ സംഭവം നടക്കുന്നത്. 2001 മെയ് 10 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി.പി. പേരാമ്പ്രയുടെ ജനപ്രതിനിധിയാകുന്നു. പ്രതിപക്ഷ MLA എന്ന പ്രതികൂല രാഷ്ട്രീയത്തിലും പേരാമ്പ്രയ്ക്ക് ഒട്ടേറെ നേട്ടമുണ്ടാക്കാൻ ടി.പിക്ക് സാധിച്ചു. പേരാമ്പ്രയുടെ ദീർഘകാല ആവശ്യമായിരുന്ന തെക്കേടത്ത് കടവ്, കിഴക്കേടത്ത് പാലങ്ങൾ നിർമ്മിച്ചു.
രൂക്ഷമായ വൈദ്യുതി ക്ഷാമത്തിനു പരിഹാരമായി കുറ്റ്യാടി അഡീഷണൽ എക്സ്റ്റൻഷൻ പദ്ധതി തുടങ്ങി. ചക്കിട്ടപ്പാറ 110 kV സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തു. ചക്കിട്ടപ്പാറ പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ആരംഭിച്ചു. പേരാമ്പ്ര മണ്ഡലത്തിലെ യാത്രാ ദുരിതങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് സ്റ്റേറ്റ് ഹൈവേ നവീകരണത്തിന് പ്രത്യേക പദ്ധതി തുടങ്ങി. കൂടാതെ പേരാമ്പ്ര താനിക്കണ്ടി ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട് നരിനട ചക്കിട്ടപ്പാറ, കടിയങ്ങാട് പൂവത്തിൻചോട്ടിൽ കിഴക്കേൽക്കുന്ന്, നടുവണ്ണൂർ അരിക്കുളം ചാലിക്കര, പുളിയോടുമുക്ക് ആറാട്ടുമുക്ക് തുടങ്ങിയ റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കി. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്ത 2004 മുതൽ വിശ്രമമില്ലാത്ത കഠിനാധ്വാനത്തിലൂടെയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും കോഴിക്കോട് ജില്ലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ ചുക്കാൻ പിടിച്ചു. 2014 വരെ TP ജില്ലാ സെക്രട്ടറിയായ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോഴിക്കോടിനെ ചുവപ്പണിയിക്കുന്നതിൽ TPയുടെ നേതൃപാടവം നിർണായക പങ്കുവഹിച്ചു. 2012 നടന്ന CPIM 20ാം പാർട്ടി കോൺഗ്രസിനെ കോഴിക്കോട് ചരിത്ര വിജയമാക്കി മാറ്റുന്നതിൽ TPയുടെ അസാധാരണമായ കർമ്മശേഷിയും സംഘാടക മികവും ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി സഖാവിനെ മാറ്റി. ഇന്ന് സഖാവ് TP രാമകൃഷ്ണൻ CPIM കേരള ഘടകത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കേരള ജനതയുടെ പ്രതീക്ഷയും ആശ്രയവുമായ CPIMന്റെ എക്കാലത്തെയും കരുത്തുറ്റ ധീര നേതാവാണ്. ഏവരുടെയും പ്രിയ സഖാവാണ്. 4.5 പതിറ്റാണ്ട് പൊതുസേവനത്തിനായി സമർപ്പിച്ച ജീവിതത്തിൽ TP നേരിട്ട വെല്ലുവിളികളും യാതനകളും ഈ പോരാളിയെ കൂടുതൽ കരുത്തനാക്കി മാറ്റി. ഓരോ സമരവും ഓരോ മനുഷ്യന്റെയും അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അവരുടെ കഷ്ടതകൾക്ക് പരിഹാരം തേടിയായിരുന്നു. TP ഈ നാടിന്റെ ആവശ്യം, ഈ ജനതയുടെ ആവേശം. ചക്രവാളങ്ങളെ കീറിപ്പിളർക്കുന്ന ഇടിമിന്നലിവിടെ ഉയരുന്നു. കനവിൽ സ്ഫുലിംഗങ്ങളിവിടെ ചരിത്രം രചിക്കുന്നു. രാമചന്ദ്രന് അദ്ദേഹത്തിന്റെ ചുറ്റികേറുവാൾ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച വിജയം നേടിക്കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അഭിവാദനങ്ങൾ